iQOO എന്ന ബ്രാൻഡ് ഒന്നിനു പിറകെ ഒന്നായിട്ട് നല്ല കിഡിക്കാച്ചി സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ iQOO എന്ന ബ്രാൻഡിൻ്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ഓഫറിംഗ് ആണ് iQOO 9T. ഇന്നുവരെ ഇറങ്ങിയിട്ടുള്ള സ്മാർട്ട് ഫോണുകളിൽ ഏറ്റവും കൂടുതൽ Antutu സ്കോറുള്ള അല്ലെങ്കിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സ്മാർട്ട് ഫോൺ എന്ന് iQOO 9Tയെ വിശേഷിപ്പിക്കാം. കാരണം ഏകദേശം 11 ലക്ഷത്തിലധികമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ Antutu സ്കോർ. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് iQOO 9T എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ഇത്തരം ഒരു ബോക്സിലാണ് ഫോൺ വന്നിരിക്കുന്നത്. ഹെവി 120 വാട്ട്. ഓ ഇത് എന്ത് ലുക്കായത്. ഓക്കെ, അടിപൊളി iQOO 9T. ഇപ്പോൾ ഇവിടെ എൻ്റെ ഈ ടേബിളിൻ്റെ മുകളിൽ ഏകദേശം ഒരേ ഡിസൈൻ ലാംഗ്വേജിലുള്ള iQOOൻ്റെ തന്നെ 3 സ്മാർട്ട് ഫോണുകളാണ് ഇരിക്കുന്നത്. ഇവിടെ iQOO 7 ലെജൻഡ്, ഈ ഇരിക്കുന്നത് iQOO 9 Pro. ഇതിനകത്ത് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന iQOO 9T ഈ ഇരിക്കുന്ന സ്മാർട്ട് ഫോണാണ്. ഈ 3 ഫോണുകളുടെയും ഡിസൈൻ ഏകദേശം അല്ലേ, അതിൻ്റെ ഒരു ബാക്കിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ സെയിം ടൈപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. എസ്പെഷ്യലി ഈ കാണുന്ന ആ ഒരു റേസിംഗ് സ്ട്രിപ്പ് ലൈൻ ഈ 3 ഫോണുകളിനകത്തും കൊടുത്തിട്ടുണ്ട്. ഐഡൻറ്റിക്കലായിട്ടുള്ള കളറാണ് 3 ഫോണിനകത്തും വന്നിരിക്കുന്നത്. ഇവിടെ 7 ലെജൻഡിലൊക്കെ ക്യാമറ മൊഡ്യൂൾ ഇതുപോലെ ചെറുതായിരുന്നുവെങ്കിൽ 9 പ്രോയിലേക്ക് വന്നപ്പോൾ ആ ക്യാമറ മൊഡ്യൂൾ വലുതായി. എന്നാൽ ഇവിടെ 9Tയിലേക്ക് വരുമ്പോൾ ഈ ഒരു ക്യാമറ മൊഡ്യൂൾ ഇത്രയാണെങ്കിലും ആ ഒരു ഏരിയ, ക്യാമറ ഉൾപ്പെടുന്ന ആ ഒരു ഏരിയയ്ക്ക് ആ ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡ് നോക്കി കുറച്ചുകൂടി വലുതായി. നമ്മൾ വിവോ X80 പ്രോയിലൊക്കെ കണ്ടതുപോലെ ഒരു വലിയ ബ്ലാക്ക് ഷെയ്ഡ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ക്യാമറയെ സെപ്പറേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈൻ സ്ട്രിപ്പിൻ്റെ ലെങ്ത് വന്നിട്ട് 9T എന്ന നമ്മുടെ ഇന്നത്തെ സ്മാർട്ട് ഫോണിൽ ഇത്രയുമായിട്ട് കുറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് 9Tയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ബാക്കി ഫോണുകളെല്ലാം നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. അപ്പോൾ iQOO 9T ഈ നേരത്തെ നമ്മൾ കണ്ട iQOOൻ്റെ മറ്റ് ഫോണുകളിൽ നിന്ന് തന്നെ ഈ ഒരു ഡിസൈൻ കൊണ്ട് തന്നെ മനോഹരമാകുന്നു, വ്യത്യസ്തമാകുന്നു എന്ന് പറയാതെ വയ്യ. ഈ ഒരു ബ്ലാക്ക് പോർഷൻ ഇത്രയും കൂടുതൽ നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു കൂടുതൽ സുന്ദരിയാക്കുന്നു iQOO 9T എന്ന ഈ ഒരു മോൺസ്റ്റർ സ്മാർട്ട് ഫോണിനെ എന്ന് പറയട്ടെ. ഇവിടെ ബാക്കിലായിട്ട് നമുക്ക് പ്രധാനമായും 3 സ്മാർട്ട് ഫോണുകൾ കാണാം. അതുപോലെ ഡ്യുവൽ LED ഫ്ലാഷ് ലൈറ്റ് കാണാം. ഇതിനകത്ത് ഇവിടെ ഒരു V1 ചിപ്പ് പവേർഡ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് സാധാരണ ഇതിൻ്റെ പ്രോസസ്സർ കൂടാതെ ഒരു അഡീഷണൽ V1 ചിപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്, മികച്ച ഗെയിമിങ്ങിനും മികച്ച ഫോട്ടോഗ്രാഫിക്കും വേണ്ടി. ഫോണിൻ്റെ ബാക്ക് സൈഡ് ഗ്ലാസ് ബോഡിയാണ്. അതുപോലെ ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് മെറ്റാലിക് ഫ്രെയിമാണ്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഈ ഒരു ഡിസൈനിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. കാണാൻ ഗുഡ് ലുക്കിംഗ്. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു റേസിംഗ് സ്ട്രിപ്പുള്ള iQOOൻ്റെ ഫോണുകളിൽ തന്നെയും ഏറ്റവും മനോഹരമായി തന്നെയാണ് ഇവിടെ iQOO 9T എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. വല സൈഡിലേക്ക് വരുമ്പോൾ ഇതുപോലെ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും നമുക്ക് കാണാം. താഴെ സ്പീക്കറുകളിൽ USB Type-C ചാർജിംഗ് പോർട്ട്, സിം ട്രേ. ഇടത് സൈഡിലേക്ക് വരുമ്പോൾ കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല, കാരണം പവർ ബട്ടൺ വല സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ ഇതുപോലെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും IR ബ്ലാസ്റ്റർ ആണെന്ന് തോന്നുന്നു കൊടുത്തിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി അതിഗംഭീരം തന്നെയാണ്. iQOO 9 സീരീസിൽ ആദ്യം പുറത്തിറക്കിയ iQOO 9 പ്രോയിൽ ഇത്തരത്തിൽ കർവ്ഡ് ഡിസ്പ്ലേ ആയിരുന്നുവെങ്കിൽ ഇവിടെ iQOO 9Tയിലേക്ക് വരുമ്പോൾ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് എന്നുള്ള കാര്യം ഓർക്കണം. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റ് വന്നിട്ട് കൃത്യമായിട്ടുള്ളൊരു വെയിറ്റ് അറിയത്തില്ല. എങ്ങനെ പോയാലും എനിക്കൊന്നൊരു 200 ഗ്രാം റേഞ്ചിലുള്ളൊരു വെയിറ്റ് ഉണ്ട്. 6.78 ഇഞ്ചിൻ്റെ E4 AMO LED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഈ സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്താണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ആ ഒരു മൂവ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആണെന്ന് പറയേണ്ടി വരുന്നു. മാത്രമല്ല 360 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല 1200 ഹെർട്സിൻ്റെ ഇൻസ്റ്റന്റ് ടച്ചും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഈ ഒരു 1200 ഹെർട്സ് ഇൻസ്റ്റന്റ് ടച്ച് ഒക്കെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ മികച്ച ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് വിരലുകളിലൂടെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതുമാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ ഇൻ ഡിസ്പ്ലേ ഡ്യുവൽ മോൺസ്റ്റർ ടച്ച് നൽകിയിട്ടുണ്ട്. അതായത് ഡ്യുവൽ മോൺസ്റ്റർ ടച്ച്. നമ്മൾ ഗെയിം കളിക്കുമ്പോൾ സാധാരണ രീതിയിൽ ഈ ഒരു രീതിയിലാണല്ലോ നമ്മൾ ഫോൺ പിടിക്കാറുള്ളത്. അപ്പോൾ ഈ 2 വിരലുകൾ കൺട്രോളുകളിൽ ക്ലിക്ക് ചെയ്യുന്ന ഈ 2 ഭാഗത്തെ 2 മോൺസ്റ്റർ ടച്ച് ഏരിയകളാക്കി തിരിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു സെപ്പറേറ്റ് ടച്ച് ഏരിയ, ഇവിടെ മറ്റൊരു സെപ്പറേറ്റ് ടച്ച് ഏരിയ. ഡ്യുവൽ മോൺസ്റ്റർ ടച്ച് എന്നാണ് iQOO വിളിക്കുന്നത്. അപ്പോൾ ഈ 2 ടച്ച് ഏരിയകൾ, അതായത് ഗെയിം കളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൺട്രോളുകളിൽ ക്ലിക്കുകൾ കൈവിരലുകൾ കൊണ്ട് ചെയ്യപ്പെടുന്ന ഈ
ഈ രണ്ട് ഭാഗത്തെ കൂടുതൽ സെൻസിറ്റീവ് ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ റെസ്പോൺസീവ് ആക്കിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് ഇതിനകത്ത് ഈ പറഞ്ഞ ഇൻ ഡിസ്പ്ലേ ഡ്യുവൽ മോൺസ്റ്റർ ടച്ച് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഏത് അർത്ഥത്തിലും ഈ ഒരു സ്മാർട്ട് ഫോൺ ഗെയിമിങ്ങിന് വേണ്ടി ഫൈൻ ട്യൂൺ ചെയ്തിരിക്കുന്നതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ബ്രൈറ്റ്നസിൻ്റെ കാര്യം പറഞ്ഞാലും മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1500 നിറ്റ്സ് ആണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ബ്രൈറ്റ്നസ്, സ്മാർട്ട് ഫോൺ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ തന്നെയാണ്. എന്തായാലും മികച്ച ഒരു ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു കുറവും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വരികയില്ല. കൂടാതെ HDR10+ന്റെ സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ OTT പ്ലാറ്റ്ഫോമുകളിൽ നിന്നൊക്കെ മൂവിയെ കാണുമ്പോൾ ഈ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കും. യൂട്യൂബിൽ നിന്നൊക്കെ HDR വീഡിയോകൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കാണാൻ സാധിക്കും. ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞാൽ ഇതിനകത്ത് ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 12 അധിഷ്ഠിതമായി വിവോയുടെയും iQOOൻ്റെയൊക്കെ യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS 12 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇൻസ്റ്റാൾ ആയിരിക്കുന്ന ആപ്ലിക്കേഷനുകളെ കുറിച്ച് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻ കാണുന്നത് കണ്ട് ഞെട്ടരുത്. കാരണം ഞാൻ ഈ സ്മാർട്ട് ഫോൺ പേഴ്സണൽ യൂസിന് ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് കൂടി ഇതിനകത്ത് ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ബ്ലോട്ട് വേസുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഉദാഹരണത്തിന് ബൈജൂസ് ലേണിംഗ് ആപ്പ് ഉണ്ടായിരുന്നു. ക്രെഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വന്നതാണ്. അങ്ങനെ ചുരുക്കം ചില ആപ്ലിക്കേഷൻസ്, അതിൽ ഫോൺ പേ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വന്നു. ബാക്കിയൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ് കേട്ടോ. ഇങ്ങനെ പ്രീമിയം ആപ്ലിക്കേഷൻസ് എന്ന് iQOO വിളിക്കുന്ന ചില 2-3 ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് ബ്ലോട്ട് വേസ് ആയിട്ട് വരുന്നുണ്ട്. അത് iQOOൻ്റെയും വിവോയുടെയും ഫോണുകളിലെല്ലാം ഇത്തരത്തിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷനിലെ ബ്ലോട്ട് വേസുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഫൺ ടച്ച് OS നമുക്കറിയാം. വിവോ ഉപയോഗിക്കുന്നവർക്കും iQOOൻ്റെ മുൻകാല ഫോണുകൾ ഉപയോഗിക്കുന്നവർക്കും അറിയാം, വളരെ സ്മൂത്താണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് എടുത്തു പറയാനില്ല. ഒരുവിധം ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് തന്നെയാണ് ഈ പറയുന്ന ഫൺ ടച്ച് OS. ഫിംഗർ പ്രിൻ്റ് ഇതിനകത്ത് ഇതുപോലെ ഇൻ ഡിസ്പ്ലേയിലാണ് നൽകിയിരിക്കുന്നത്, കണ്ടില്ലേ? പക്ഷേ അതിൻ്റെ ഒരു പൊസിഷനിങ് കുറച്ച് അങ്ങ് താഴെയാണ്. കുറച്ചുകൂടി മുകളിലോട്ടായിരുന്നെങ്കിൽ, ഏകദേശം ഈ ഒരു ഭാഗത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണെന്ന് തോന്നി. വളരെ ഫാസ്റ്റാണ് ഫിംഗർ പ്രിൻ്റ് എന്ന് പറയാതെ വയ്യ. എന്നാൽ നമ്മൾ നേരത്തെ കണ്ട iQOO 9 Proയിൽ ആ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ പൊസിഷൻ നോക്കി, ഞാൻ ഈ പറഞ്ഞതുപോലെ കറക്റ്റ് സ്യൂട്ടായിട്ടുള്ള ഏരിയയിലാണ്. ഇതിങ്ങ് താഴെയും ഇത് കറക്റ്റ് പൊസിഷനായിരുന്നു അല്ലേ. മാത്രമല്ല iQOO 9 Proയിൽ അൾട്രാസോണിക് ഫിംഗർ പ്രിൻ്റ് ആയിരുന്നു കൊടുത്തിരുന്നത്. അതായത് ഒരു ഒറ്റ ടച്ചിലൂടെ ഫിംഗർ പ്രിൻ്റ് രജിസ്ട്രേഷൻ നടക്കും. സാധാരണ നമ്മൾ ഫിംഗർ പ്രിൻ്റ് മറ്റ് ഫോണുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അല്ലേ പല സൈഡ് നമ്മൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യണമായിരുന്നു. ഇവിടെ 9 Proയിൽ അത്തരത്തിൽ വേണ്ടായിരുന്നു, ഒറ്റ ക്ലിക്കിൽ രജിസ്റ്റർ ചെയ്യുമായിരുന്നു. പക്ഷേ 9T അങ്ങനെയല്ല. സാധാരണ സ്മാർട്ട് ഫോണുകളിലേതുപോലുള്ള ഫിംഗർ പ്രിൻ്റ് രജിസ്ട്രേഷനാണ് ഇതിനകത്തും നടത്തുന്നത്. എന്തായാലും ഫാസ്റ്റ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻ്റ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇത്തരത്തിൽ NFC സപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അതുപോലെ IP52 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. പക്ഷേ എടുത്തു പറയട്ടെ, ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വയർലെസ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടില്ല എന്നുള്ളത് വേണമെങ്കിൽ ഒരു കുറവായിട്ട് നമുക്ക് പറയാം. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിനേക്കാളും താഴ്ന്ന വിലയിലുള്ള അടുത്തിടെ ലോഞ്ചായി ഏറെ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത ഒരു സ്മാർട്ട് ഫോണിൽ ഏകദേശം 34,000 രൂപയ്ക്ക് ലോഞ്ചായ ആ സ്മാർട്ട് ഫോണിൽ, ഫോൺ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ, ആ ഫോണിനകത്ത് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് അതിൽ നിന്നും പ്രൈസ് ഉള്ള സ്മാർട്ട് ഫോണാണ്. പക്ഷേ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഇല്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. അടുത്തതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡിസ്പ്ലേ കാർവ്ഡ് ഡിസ്പ്ലേ അല്ല 9 Proയെ പോലെ, ഫ്ലാറ്റ് ആണ്, കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും iQOO 9 Proയുടെ പ്രൈസ് കാണത്തില്ല 9Tക്ക് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സ്റ്റീരിയോ സ്പീക്കറാണ്. നമുക്ക് സൗണ്ട് ക്വാളിറ്റി ഒന്ന് കേട്ട് നോക്കാം. നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീരിയോ സൗണ്ട്സാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നതെന്ന് പറയാതെ വയ്യ. മനോഹരമായിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി, ഭയങ്കര ലൗഡെന്ന് പറയാനില്ല, നമുക്ക് കേൾക്കേണ്ടുന്ന വോളിയമുണ്ട്. എന്തായാലും സ്റ്റീരിയോ സെപ്പറേഷനൊക്കെ അടിപൊളി തന്നെയാണ്. നല്ല ഒരു സ്റ്റീരിയോ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ബാലൻസിങ് കൂടുതലും ബോട്ടം ഫയറിങ്ങിൽ നിന്നാണ്, അത് മിക്ക സ്മാർട്ട് ഫോണുകളിൽ അങ്ങനെയാണ്, ബോട്ടം ഫയറിങ്ങിൽ നിന്നാണ് കൂടുതൽ സൗണ്ട് പുറത്തേക്ക് വരുന്നത്. ഇവിടെ ഇയർ പീസിലാണ് സെക്കൻഡ് സ്പീക്കർ നൽകിയിരിക്കുന്നത്. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഒരു 45-55 ആ ഒരു ബാലൻസിങ് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. എന്തായാലും മനോഹരമായിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി. അടുത്തത് വീഡിയോ ക്വാളിറ്റി. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള വീഡിയോ ക്വാളിറ്റി തന്നെയാണ്, ഒന്നും പറയാനില്ല. കാരണം E4 AMOLED ഡിസ്പ്ലേ ആണ്. അതുപോലെ ഫുൾ HD+ റെസൊല്യൂഷൻ. ഫ്രണ്ട് ക്യാമറ കണ്ടില്ലേ, വളരെ ഒരു ചെറിയ സൈസിലാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ പഞ്ച് ഹോളാണ്. അപ്പോൾ അത് വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസിനെ ഒട്ടും തന്നെ മറക്കുന്നില്ല. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. കർവ്ഡ് ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു ലുക്ക് വന്നേനെന്ന് അഭിപ്രായമുണ്ട്.
9 പ്രോയെ പോലെ, പക്ഷേ പ്രൈസ് ചിലപ്പോൾ ഒരുപക്ഷെ കൂടി പോകും എന്നുള്ളതുകൊണ്ടായിരിക്കും ഫ്ലാറ്റ് ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത്. എന്തിനായാലും മനോഹരമായിട്ടുള്ള ഓഡിയോ വീഡിയോ എക്സ്പീരിയൻസ്, മൾട്ടിമീഡിയ സൂപ്പർ. അടുത്തതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് സൈഡാണ് പറയാനുള്ളത്. പെർഫോമൻസ് സൈഡ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. iQOO ക്ലെയിം ചെയ്യുന്ന AnTuTu സ്കോർ എന്ന് പറയുന്നത് 11,15,589 ആണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അപ്പുറത്തേക്ക് AnTuTu സ്കോർ സമ്മാനിച്ച മറ്റ് സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പലരും നമ്മൾ ഈ AnTuTu സ്കോറിനെ പറ്റി പറയുമ്പോൾ പറയാറുണ്ട് എന്താണ് ഈ AnTuTu സ്കോർ എന്ന്. അതായത് പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് AnTuTu എന്ന ആപ്ലിക്കേഷൻ. ആ ആപ്ലിക്കേഷൻ നമ്മൾ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഇതിൻ്റെ ഒരു എല്ലാ മേഖലകളും ടെസ്റ്റ് ചെയ്യും. അതിൻ്റെ GPU പെർഫോമൻസ് എങ്ങനെ, ഗ്രാഫിക്സ്, അതുപോലെ അതിൻ്റെ ഈച്ച് ആൻഡ് എവരി, ഇപ്പോൾ നമ്മളൊരു ബ്രൗസ് ചെയ്യുമ്പോൾ അതെങ്ങനെ, ഗെയിം കളിക്കുമ്പോൾ എങ്ങനെ സൗണ്ട്, എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് ഒരു സ്കോർ സമ്മാനിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ. അതാണ് AnTuTu സ്കോർ. അത് വെച്ച് നമുക്ക് സ്മാർട്ട് ഫോണുകളുടെ പെർഫോമൻസ് നമുക്ക് അളക്കാം. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും കൂടുതൽ AnTuTu സ്കോർ സമ്മാനിച്ച ഒരു സ്മാർട്ട് ഫോൺ എന്ന് നമുക്ക് വേണമെങ്കിൽ iQOO 90 വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പറഞ്ഞ 1.1 മില്യൺ AnTuTu സ്കോർ എന്ന ആ ഒരു ബെഞ്ച് മാർക്ക് സ്കോറിലേക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ എത്തിയതെന്ന് വേണം പറയാൻ. കാരണം ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന ഏറ്റവും മുന്തിയ ഇനം സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഇതുവരെ പല സ്മാർട്ട് ഫോണുകൾ പരിചയപ്പെട്ടെങ്കിലും അതിലൊക്കെ സ്നാപ്ഡ്രാഗൺ 8 Gen 1 ഉള്ള പ്രോസസ്സറുകൾ ഉള്ള സ്മാർട്ട് ഫോണുകൾ പരിചയപ്പെട്ടു. പക്ഷേ ആദ്യമായിട്ടാണ് ഈ ഒരു സ്നാപ്ഡ്രാഗൺ 8+ Gen 1 പ്രോസസ്സറിലേക്ക് വരുന്നത്. അപ്പോൾ സ്നാപ്ഡ്രാഗൺ 8 Gen പ്ലസിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആണ് 8+ Gen 1 എന്ന ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച പ്രോസസ്സർ എന്ന് വേണം നമുക്ക് വിശേഷിപ്പിക്കാൻ. ഒബ്വിയസ്ലി ഇതൊരു 5G സ്മാർട്ട് ഫോണാണ്. ഇതിനകത്ത് 9 വ്യത്യസ്തങ്ങളായിട്ടുള്ള 5G ബാൻഡുകളുടെ സപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 8+ Gen 1 പ്രോസസ്സർ കൂടാതെ മികച്ച ഒരു ഗെയിമിംഗ് സപ്പോർട്ടിന് വേണ്ടിയിട്ടും അതുപോലെ മികച്ച ക്യാമറ പെർഫോമൻസിനും വേണ്ടിയിട്ട് iQOO ഈ ഒരു സ്മാർട്ട് ഫോണിൽ V1+ എന്ന് പറയുന്ന ഒരു ചിപ്പ് കൂടി അഡീഷണൽ ആയിട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ. അതുപോലെ ഇതിനകത്ത് ഒരു വലിയ വേപ്പർ ചേംബർ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇന്നത്തെ വീഡിയോയിൽ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമേ പറയാവുന്നതാണ്. കൂടുതൽ റിവ്യൂ സൈഡിലേക്ക് കടക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് യൂസ്ഡ് റിവ്യൂ ഇപ്പോൾ പറയുന്നില്ല, അത് മറ്റൊരു വീഡിയോയിലേക്ക് നമുക്ക് പറയാം. ഹീറ്റിംഗ് ഇഷ്യൂ, അതുപോലെ ഉപയോഗിച്ചപ്പോൾ ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ, ഗുണങ്ങൾ, അതെല്ലാം മറ്റൊരു വീഡിയോയിൽ പറയാം. എനിവേ, ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന റാം എന്ന് പറയുന്നത് LPDDR5 റാമും സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്നത് UFS 3.1 അപ്പോൾ LPDDR5, UFS 3.1, ഈ പറഞ്ഞ മുന്തിയനം പ്രോസസർ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് iQOO 90 എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ഇത്രയും വലിയ ഒരു AnTuTu സ്കോർ സമ്മാനിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ പരിചയപ്പെടുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ iQOO നമുക്ക് അയച്ചു തന്ന ഇതിൻ്റെ ഏറ്റവും ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 12GB റാമും അതുപോലെ 256GB ഇന്റർണൽ മെമ്മറി വേരിയൻറ്റുമാണ്. അപ്പോൾ റാം 12GB റാം എടുത്താൽ പോലും വീണ്ടും ഇവിടെ 4GB എക്സ്റ്റൻഡ് റാം കൂടി ലഭിക്കുമെന്നുള്ളത് ഓർമ്മിക്കട്ടെ. വെർച്വൽ റാം കൂടിയുണ്ട്. അപ്പോൾ 12+4 16GB റാമിൻ്റെ ഒരു വെർച്വൽ എഫക്റ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഇത്രയും AnTuTu സ്കോറുള്ള ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഗെയിമിംഗ് മോശമാണോ അല്ലെങ്കിൽ കൊള്ളാമോ എന്ന് നമുക്ക് തന്നെ കേട്ടാൽ തന്നെ തീരുമാനമെടുക്കാൻ സാധിക്കുന്നതാണ്. മികച്ച ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ iQOOൻ്റെ മുൻകാല സ്മാർട്ട് ഫോണുകളെ അപേക്ഷിച്ച് iQOO 90യുടെ ക്യാമറയിൽ അത്ര ഞാൻ ടോട്ടലി സാറ്റിസ്ഫൈഡ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ക്യാമറ സ്പെസിഫിക്കേഷൻ പറയാം. 50 മെഗാപിക്സലിൻ്റെ GN5 എന്ന് പറയുന്ന അൾട്രാ സെൻസിങ് ക്യാമറയാണ്. അതും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള ക്യാമറയാണ് പ്രൈമറി ക്യാമറയായിട്ട് കൊടുത്തിരിക്കുന്നത്. 13 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ സെക്കൻഡറി ക്യാമറയായിട്ട് കൊടുത്തിരിക്കുന്നു. ടെർഷറി ക്യാമറയായിട്ട് 12 മെഗാപിക്സലിൻ്റെ ഒരു പ്രൊഫഷണൽ പോർട്രേറ്റ് ക്യാമറയും കൊടുത്തിരിക്കുന്നു. അതുപോലെ സെൽഫി ക്യാമറയുടെ മെഗാപിക്സൽ എത്രയെന്ന് നമുക്ക് കിട്ടിയ സ്പെക്ഷീറ്റിലില്ല. 16 മെഗാപിക്സൽ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു ധാരണ. അത് കറക്റ്റ് അല്ലെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എനിവേ, അത് നമുക്ക് ക്യാമറയുടെ മെഗാപിക്സൽ ഒന്നും അല്ല അറിയേണ്ടത്, ക്യാമറയുടെ ക്വാളിറ്റിയാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് എടുത്ത ചില ഫോട്ടോസാണ് ഇതിനകത്ത് കാണുന്നത്. ഇപ്പോൾ ഈ പറയുന്ന പോർട്രേറ്റ് ഷോട്ടുകൾക്ക് ഭയങ്കര സംഭവം എന്നാണ് iQOO പറയുന്നതെങ്കിലും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എനിക്ക് ഇതിനകത്ത് എടുക്കുന്ന പോർട്രേറ്റ് ഫോട്ടോകൾ നമ്മളുടെ എന്താ പറയുക സ്കിൻ ടോണൊക്കെ അത്രയും എന്താ പറയുക നാച്ചുറാലിറ്റി നൽകുന്നില്ല എന്നെടുത്ത് പറയട്ടെ. അത്രയും ബെറ്റർ എന്നൊന്നും എനിക്ക് ഇതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫി കണ്ടിട്ട് എനിക്ക് തോന്നിയില്ല. കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് സോഫ്റ്റ്വെയർ സൈഡിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയ്ക്ക് ആവശ്യമാണ്. എന്നാൽ വൈഡ് ആംഗിളിലേക്ക് വരുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ല. ഈ പറയുന്ന നോർമൽ സെൻസറും വലിയ വിഷയങ്ങളില്ല. പക്ഷേ ഈ പറഞ്ഞ പോർട്രേറ്റ് ഫോട്ടോകൾക്ക് ഭയങ്കരമായിട്ടൊരു ഡെഡിക്കേറ്റഡ് 12 MB സെൻസറൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലും പോർട്രേറ്റ്
പോർട്രേറ്റ് ഫോട്ടോകൾ അത്ര മനോഹരമല്ല എന്ന് പറയട്ടെ. എന്നാൽ വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ വീഡിയോ ക്വാളിറ്റി മനോഹരമാണെന്ന് പറയട്ടെ. മനോഹരമായിട്ടുള്ള വീഡിയോ ക്വാളിറ്റി ഫ്രണ്ട് ക്യാമറയ്ക്കും ബാക്ക് ക്യാമറയിലും നമുക്ക് ലഭിക്കുന്നുമുണ്ട്. അതുപോലെ iQOO എടുത്ത് പറയുന്ന ഒരു കാര്യം ഇതിൻ്റെ നൈറ്റ് ഫോട്ടോഗ്രാഫിയാണ്. അപ്പോൾ നൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ എടുത്തൊരു ഫോട്ടോയാണ് ഇപ്പോൾ ഈ കാണുന്നത്. പക്ഷേ അതിൻ്റെ ആ ഒരു സ്കൈ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണും, നമ്മൾ ഒരിക്കലും സ്കൈയിൽ കാണാത്ത ഒരു റോസ് കളറാണ് ഫോട്ടോ എടുത്തപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ കളർ കറക്ഷൻ ഒന്നും അത്രയും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ തോന്നിയില്ല. പക്ഷേ iQOOൻ്റെ മുൻകാല സ്മാർട്ട് ഫോണുകൾ അങ്ങനെയല്ല, വളരെ ഇമ്പ്രസീവ് പെർഫോമൻസ് പോലെ വളരെ ഇമ്പ്രസീവ് ആയിരുന്നു ക്യാമറ സൈഡ്. പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു ഫോണിൻ്റെ ഈ ക്യാമറയിൽ iQOO നടത്തിയ ചില പരീക്ഷണങ്ങൾ, ചില ക്വാളിറ്റി കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു സോഫ്റ്റ്വെയർ സൈഡിലൂടെ iQOO പരിഹരിച്ചാൽ നന്നാകും എന്നെനിക്ക് അഭിപ്രായമുണ്ട്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എടുക്കാവുന്ന മാക്സിമം റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 4Kയിൽ 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളാണ്. അതുപോലെ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ പക്ഷേ നമുക്ക് 1080p റെസൊല്യൂഷനിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ മാത്രമാണ്. അപ്പോൾ ഫ്രണ്ട് ക്യാമറയ്ക്ക് 4K റെസൊല്യൂഷൻ സപ്പോർട്ട് നൽകിയിട്ടില്ല എന്നുള്ളത് കുറവായിട്ട് വേണമെങ്കിൽ പറയാം. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വൈഡ് ആംഗിൾ വീഡിയോഗ്രാഫിയിലേക്ക് വരുമ്പോൾ 4K സപ്പോർട്ടില്ല. 1080 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് മാത്രമാണ് വൈഡ് ആംഗിളിൽ നൽകിയിരിക്കുന്നത്. 4K റെസൊല്യൂഷൻ സപ്പോർട്ട് വൈഡ് ആംഗിൾ ബാക്ക് ക്യാമറയിലെ വൈഡ് ആംഗിളിനും നൽകിയിട്ടില്ല. ഈ രണ്ട് കാര്യങ്ങളും ക്യാമറയിലെ വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റിൽ കുറവുകളായിട്ട് പറയാം. കാര്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വൈഡ് ആംഗിൾ വേണമെങ്കിൽ ഒരു 4K സപ്പോർട്ട് കൊടുക്കാമായിരുന്നു, ഫ്രണ്ട് ക്യാമറയിൽ 4K സപ്പോർട്ട് കൊടുക്കാമായിരുന്നു. പക്ഷേ നമ്മുടെ iQOO 9 Proയിലും ഇത്തരത്തിൽ ഫ്രണ്ട് ക്യാമറയ്ക്ക് 4K സപ്പോർട്ട് അന്ന് കൊടുത്തിരുന്നില്ല. അതും ഞാൻ അന്ന് കുറവായി പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് ഭയങ്കരമെന്ന് പറയാൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാധിക്കുന്നില്ല. ബാറ്ററി സൈഡിലേക്ക് വരുമ്പോൾ 4700 mAh ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ളത്. പക്ഷേ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന ഒരു 5000 mAh അല്ലേ ഒരു നമ്മളുടെ മനസ്സിലിരിക്കുന്ന ഒരു കണക്കെന്ന് പറഞ്ഞാൽ ഒരു 5000 mAh വേണം എന്നാണ്. എന്നിരുന്നാലും ഇതിനകത്ത് മികച്ച ഒരു ബാറ്ററി ഒപ്റ്റിമൈസേഷൻ ഉണ്ട് എന്ന് തോന്നുന്നു. കാരണം അധികം ബാറ്ററി ഭയങ്കരമായിട്ട് ഡ്രെയിൻ ആകുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസം ഞാൻ ഉപയോഗിച്ചപ്പോൾ നമ്മൾ അധികം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നില്ലെങ്കിൽ വെറുതെ ഇരുന്നൊന്നും ബാറ്ററി അങ്ങനെ ഡ്രെയിൻ ആവുന്നില്ല. ബാറ്ററി ഒരുവിധം നല്ല രീതിയിൽ ഇതിനകത്ത് ബാറ്ററി ലൈഫ് ലഭിക്കുന്നുണ്ട്. ചാർജിങ്ങിന് 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ iQOO 9 Proയിലേതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും നൽകിയിട്ടുണ്ട്. അതുപോലെ വെറും 8 മിനിറ്റ് കൊണ്ട് നമുക്ക് 50%, 20 മിനിറ്റ് കൊണ്ട് 100% ഈ ഒരു സ്മാർട്ട് ഫോൺ ചാർജിങ്ങിൽ എത്തിക്കാൻ സാധിക്കും. ഓർക്കുക, വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടില്ല എന്നുള്ളത് വീണ്ടും എടുത്തു പറയുന്നു. ആൽഫ, ലെജൻഡ് എന്നീ 2 കളർ വേരിയൻറ്റുകളാണ് iQOO 9T ലഭിക്കുന്നത്. ലെജൻഡ് കളർ വേരിയൻ്റ് ആണിത്. ആൽഫ എന്ന് പറയുന്ന കളർ വേരിയൻറ്റ് എൻ്റർലി ഡിഫറൻ്റ് ആണ്. അത് എപ്പോഴും iQOO ഫോണുകളുടെ കളർ വ്യത്യാസത്തിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള വേറ്റുകൃത്യം ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഈ ഒരു റേസിംഗ് സ്ട്രിപ്പ് ഒന്നും ഈ പറഞ്ഞ ആൽഫയിൽ ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ലെജൻഡിലാണ് ഈ ഒരു റേസിംഗ് സ്ട്രിപ്പ് വരാനുള്ള സാധ്യത എന്ന് തോന്നുന്നു. അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. നിലവിൽ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടാകും. iQOO നൽകുന്ന ഒരു സൂചന എന്ന് പറയുന്നത് 55,000 രൂപയിൽ താഴെ ആയിരിക്കും ഇതിൻ്റെ ഒരു പ്രൈസിംഗ് എന്നാണ്. അങ്ങനെയെങ്കിൽ ഒരു മികച്ച പ്രൈസിംഗ് തന്നെ ആയിരിക്കും. ആ പ്രൈസിങ്ങിൽ ഒരു മികച്ച ഒരു പെർഫോമൻസ് ബീസ്റ്റ് ആയിരിക്കും iQOO 9T. iQOO 9 സീരീസിലെ ഇതിൻ്റെ മൂത്താപ്പ എന്ന് വിളിക്കാവുന്ന iQOO 9 Proയ്ക്ക് 65,000 രൂപയായിരുന്നു. ഇവിടെ 55,000-ൽ താഴെ ആയിരിക്കും. അങ്ങനെയെങ്കിൽ എനിക്ക് തോന്നുന്നു 54,999 രൂപ ആയിരിക്കും സ്റ്റാർട്ടിംഗ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ മികച്ച പ്രൈസിങ് തന്നെ ആയിരിക്കും ഈ iQOO 9Tയുടേത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഒരു യൂസ്ഡ് റിവ്യൂ വേണോ വേണ്ടോ എന്ന് താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഈ ഒരു വീഡിയോയ്ക്ക് 1,00,000-ലധികം വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു യൂസ്ഡ് റിവ്യൂ വരും ദിവസങ്ങളിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം.